ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് ഒരു 6 മണി മുതലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു 6 മണിയായപ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ചായ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയാണ് റെഡിയാക്കുന്നത്. പിന്നെ ഉച്ചക്കത്തേക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്യാബേജും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചു. പക്ഷേ ഒന്നിനും എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ലാഗിങ് ആയിപ്പോയി. ഞാൻ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ പുതിയ ഒരു സ്ഥലം ആയതുകൊണ്ടായിരിക്കും എനിക്ക് വീഡിയോ നമ്മൾ ക്യാമറയൊക്കെ അങ്ങോട്ടേക്കൊക്കെ മാറ്റി വെക്കണമല്ലോ. അപ്പോൾ കുറച്ച് താമസം വന്നു. അപ്പോൾ ഞാൻ മോൾക്ക് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തലേദിവസം തന്നെ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ചിക്കൻ മാരിനേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്യാബേജ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 7:30 ആയി. പിന്നെ മോൾക്ക് 8 മണിക്ക് ബസ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇഡ്ഡലി തന്നെയാണ് മോൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉള്ളിയും ചെറിയൊരു സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നലെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇതേപോലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും അതുപോലെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇടയ്ക്ക് പോയി ഇതുപോലെ വാങ്ങിക്കും. ഇപ്പോഴൊന്നുമില്ല, ഇടയ്ക്ക് ഇതുപോലെ പോയിട്ട് ഇത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ വാങ്ങിക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഈസിയാണല്ലോ. അപ്പോൾ അതിൽ മത്തങ്ങ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുമ്പളങ്ങ ഉണ്ടായിരുന്നു, പിന്നെ അച്ചിങ്ങ, മുരിങ്ങക്കായ, അതുപോലെ തന്നെ ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളി ഉണ്ടായിരുന്നു, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു 2-3 വെണ്ടയ്ക്കയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരു തക്കാളി കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിയലിൻ്റെ കഷ്ണം ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂർക്ക ക്ലീൻ ചെയ്ത് അങ്ങനെ വെള്ളത്തിലിട്ട് അത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ അച്ചിങ്ങ, അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ചക്കയ്ക്ക് ചുള മാത്രം എടുത്തിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്ക് പോയി വാങ്ങിക്കലുണ്ട്. അതുപോലെ തന്നെ രസത്തിൻ്റെ കൂട്ട്, അങ്ങനെ ഉണക്ക ചെമ്മീൻ, അതുപോലെ തന്നെ ഞാൻ ഉണക്ക ചെമ്മീൻ മുളകൊക്കെ ഇട്ട് വറുത്തത് പാക്കറ്റിലുണ്ട്, അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും മാത്രമേ അങ്ങനെ വാങ്ങിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഉണക്ക ചെമ്മീൻ ക്ലീൻ ചെയ്തുണ്ട്, പിന്നെ ഉണക്ക ചെമ്മീൻ ക്ലീൻ ചെയ്യാത്തതുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള പാക്കറ്റുകളും അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കഷ്ണങ്ങളെല്ലാം എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് എല്ലാം പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വിസിലിടാതെ വെറുതെ മൂടി വെച്ചിട്ടാണ് പച്ചക്കറിയൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുത്തു. കടുകൊക്കെ വറുത്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സാമ്പാർ പൊടിയും മുളക് പൊടി ഇടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് ഒരു അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് കുറച്ച് സാമ്പാർ പൊടി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ ചട്നിയും റെഡിയാക്കിയിട്ട് അതും താളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മോൾക്കുള്ള ചായയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആലുവയിൽ തന്നെയാണോ താമസിക്കുന്നത് അതോ പുതിയ വീടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. ആലുവയിൽ തന്നെ ഈ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. പുതിയ സബ്സ്ക്രൈബേഴ്സാണ് ചോദിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളത് റിനോവേഷന് വേണ്ടിയിട്ട് ഒരു 8 മാസത്തോളം വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് മാറിയതാണ്. അതായത് നമുക്ക് മുകളിലേക്ക് സ്റ്റെയറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റെയർ വെക്കണമെന്നുണ്ടെങ്കിൽ അതായത് കിച്ചൺ ഇരിക്കുന്ന ഭാഗത്തുകൂടിയാണ് നമുക്ക് സ്റ്റെയർ മുകളിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കിച്ചൺ നമുക്ക് മാറ്റേണ്ടി വന്നു. മക്കൾ കിടന്നിരുന്ന ബെഡ്റൂമിലാണ് നമ്മൾ കിച്ചൺ ഇപ്പോൾ ഈ കാണുന്ന കിച്ചൺ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റെയർ വന്നിട്ടുള്ളത് നമ്മുടെ പഴയ കിച്ചൺ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മുടെ സ്റ്റെയർ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുൻപ് താഴെ 3 ബെഡ്റൂമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബെഡ്റൂം ഇപ്പോൾ കിച്ചണാക്കി, താഴത്ത് ഇപ്പോൾ രണ്ട് ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കിച്ചൺ മാറ്റിയപ്പോൾ പഴയ കിച്ചൺ മാറ്റിയപ്പോൾ തന്നെ നമ്മുടെ ഹോള് കുറച്ച് നമുക്ക് വലുതായി കിട്ടിയിട്ട് കുറച്ചുകൂടി ലെങ്ത്തിൽ നമുക്ക് ഹോള് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ ഒരു കോർട്ട്യാർഡ് കൂടി വരുന്നുണ്ട്. ആ കോർട്ട്യാർഡ് നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാ അത് ഉടനെ തന്നെ ചെയ്യണമെന്നുണ്ട്. കിച്ചൺ എത്ര സ്ക്വയർ ഫീറ്റാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കിച്ചൺ 60 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ കിച്ചണും വർക്ക് ഏരിയയ്ക്ക് നമ്മൾ പാലാരിവട്ടത്തുള്ള നാഷണൽ ഗ്രൂപ്പിനാണ് നമ്മൾ കിച്ചൺ വർക്ക് ഏരിയ അതുപോലെ തന്നെ വാഷ് ബേസിൻ ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇൻറ്റീരിയർ വർക്ക് നമ്മൾ ഗുരുവായൂരുള്ള ദീപേഷ് എന്ന് പറയുന്ന ഒരു ടീമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ലൂവർ വർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇൻറ്റീരിയറായിട്ട് നമ്മൾ ബെഡ്റൂമിലൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ലൂറും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് എൻ്റെ വാപ്പാൻ്റെ അനിയൻ്റെ മോന് ഇതിൻ്റെ ഏജൻസീസ് ഉണ്ട്. അതായത് പ്രൈം സ്റ്റാർ ഏജൻസീസാണ് ഏജൻസിയുടെ പേര്. വെണ്ണലയിലാണ് ഇവരുടെ ഓഫീസ് വരുന്നത് കേട്ടോ. അതുപോലെ കളമശ്ശേരിയിലും വെണ്ണലയിൽ ആണുള്ളത്. അപ്പോൾ റീറ്റെയിൽ ഔട്ട്ലെറ്റ് വെണ്ണലയിലാണ് വരുന്നത്. പിന്നെ കോഴിക്കോട് ഫറൂഖിലും ഇവരുടെ ബ്രാഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ ജില്ലയിലേക്കും ഇവരുടെ മെറ്റീരിയലുകൾ അവരുടെ ഡീലേഴ്സ് വഴി അവൈലബിൾ ആണ്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവരുടെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുമ്പ് ബ്ലൈൻഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് കർട്ടന്. അതൊക്കെ ഇപ്പോൾ മാറ്റിയിട്ട് ക്ലോത്താണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റോമൻ കർട്ടനും നമ്മൾ ബെഡ്റൂമിൽ തന്നെ ക്ലോത്തും പിന്നെ സിംഗിൾ വിൻഡോയ്ക്ക് റോമൻ കർട്ടനും ആട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിയ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോസിലായിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ, അതപ്പോൾ ഒന്ന് ചൂടാക്കി ഒരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അതുപോലെ ക്യാബേജ് തോരനും പിന്നെ സാമ്പാറും. ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ലഞ്ചിനുള്ളത്. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.